കണ്ണൂർ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിലെ BDS വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിൽ രണ്ടാം പ്രതിയായ അധ്യാപിക ഡോക്ടർ സംഗീത നമ്പ്യാർ അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരായി. മുൻകൂർ ജാമ്യം ലഭിച്ചതിന് പിന്നാലെയാണ് ഹാജരായത്. അതേസമയം നിതിൻ രാജിന്റെ മരണത്തിൽ പ്രതിഷേധിച്ച് ആക്ഷൻ കൗൺസിൽ പ്രഖ്യാപിച്ച ഹർത്താൽ നാളെ. 50,000 രൂപയുടെ ബോണ്ട്, തത്തുല്യമായ 2 ആൾജാമ്യം, 3 മാസത്തേക്ക് എല്ലാ ശനിയാഴ്ചയും അന്വേഷണ ഉദ്യോഗസ്ഥന് മുൻപാകെ ഹാജരാകണം തുടങ്ങിയ ഉപാധികളോടെയാണ് ഡോക്ടർ സംഗീത നമ്പ്യാർക്ക് ജാമ്യം അനുവദിച്ചത്. ഇന്നു രാവിലെ സംഗീത പ്രത്യേക അന്വേഷണ സംഘത്തലവനായ കണ്ണൂർ SCP R ഹരിപ്രസാദിന് മുൻപാകെ ഹാജരായി. അന്വേഷണ സംഘം സംഗീതയുടെ വിശദമായ മൊഴിയെടുത്ത ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തി വിട്ടയച്ചു. അതേസമയം നിതിൻ രാജിന്റെ മരണത്തിൽ പ്രതിഷേധിച്ച് ആക്ഷൻ കൗൺസിൽ നാളെ ഹർത്താലിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെയാണ് ഹർത്താൽ. അവശ്യ സർവീസുകളെ ഹർത്താലിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. നിതിൻ രാജിന്റെ മരണത്തിൽ പോലീസിനെതിരെ രംഗത്ത് വന്ന കൊടിക്കുന്നിൽ സുരേഷ് MP രാഷ്ട്രീയ പാർട്ടികൾ ഹർത്താലിനെ പിന്തുണയ്ക്കണമെന്നും ആവശ്യപ്പെട്ടു. എല്ലാ പാർട്ടികളും നാളത്തെ സമരപരിപാടിയിൽ പിന്തുണ കൊടുക്കണമെന്നുള്ള അഭ്യർത്ഥനയാണ് എനിക്കുള്ളത്. നിതിൻ രാജിൻ്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട നടപടികൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ പാർട്ടികൾക്കും ഇതിനകത്ത് വ്യത്യസ്തമായ അഭിപ്രായം ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒന്നാം പ്രതി ഡോക്ടർ MK റാം ഒളിവിൽ തുടരുകയാണ്. റാമിനായി ആന്ധ്രയിൽ ഉൾപ്പെടെ പോലീസ് പരിശോധന നടത്തി. മുൻകൂർ ജാമ്യത്തിനായി റാം ഹൈക്കോടതിയെ സമീപിക്കും. 24 കണ്ണൂർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.